വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. പ്ലാന്റ്സ് ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്നൊരു കാര്യമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് പ്ലാന്റ്സ് ടേക്ക് കെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മൾ ചട്ടികളിലാക്കി വെച്ചിരിക്കുന്ന ചെടികൾ ഒരു വർഷം നട്ടു എന്ന് മാത്രമല്ല, എന്നും നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യണം. അതായത് അതിന് വെള്ളം കൊടുക്കണം, അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കണം. അതുപോലെ തന്നെ അതിന് എന്തൊക്കെ ഇഷ്ടമാണ്, അത് സൺലൈറ്റ് ഇഷ്ടമുള്ള ചെടികളെ നമ്മൾ സൺലൈറ്റിൽ വെക്കണം. അതുപോലെ ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ ഷെയ്ഡിൽ വെക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെടികളിലെ ഉണങ്ങിയ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ നല്ല വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ ചെടികൾ വെക്കാനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് സൺലൈറ്റാണ്, ഒന്ന് നല്ലപോലെ കാറ്റ് കയറി ഇറങ്ങുന്ന സ്ഥലത്ത് വേണം. പിന്നെ ഡ്രൈ ലീവ്സൊക്കെ കട്ട് ചെയ്ത് കളയണം, പ്രൂണിങ് ചെയ്യണം. എന്നാൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊന്നും ചെയ്തില്ല എങ്കിൽ എന്തു പറ്റും? ഇതൊന്നും ചെയ്തില്ല എങ്കിലാണ് നമ്മുടെ ചെടികൾ മുരടിച്ചു പോവുക, അതുപോലെ തന്നെ ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരിക. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ പെസ്റ്റ് അറ്റാക്ക്, അതായത് മിലി ബഗ്സ്, പിന്നെ വൈറ്റ് ഫ്ലൈസ്, എഫിഡ്സ്, ഇതൊക്കെ വന്ന് ചെടികളെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ എന്നും നമ്മൾ ചെടികളുടെ ഇലകളൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ജീവികളൊന്നും വന്നിരിക്കാതെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നിടത്തെ ചെടികളാണ് നല്ല ഉഷിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയെ പറ്റിയാണ്. ഇതാണ് ഞാൻ ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നൊരു ചെടി. ഈ ചെടിയെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയണം. ഇതിൻ്റെ പേരാണ് കോസ്റ്റസ് എന്ന് പറയുന്നത്. ജിഞ്ചർ കോസ്റ്റസ് അല്ലെങ്കിൽ സ്പൈറൽ ജിഞ്ചർ എന്നൊക്കെ പറയുന്ന ഒരു വൈറ്റ് വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇത് നല്ല ടോളായിട്ട് വളരുന്ന, നല്ല ഹൈറ്റ് വെക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. അപ്പോൾ അതിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടി മെയിനായിട്ട് നമുക്ക് മുറിച്ച് നമുക്ക് മണ്ണിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുറിച്ച് വെള്ളത്തിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. അതാണ് ആ ചെടിയുടെ ഒരു പ്രത്യേകത. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ വൈറ്റ് കോസ്റ്റസ് അല്ലെങ്കിൽ ജിഞ്ചർ കോസ്റ്റസ് ആണ് ഈ ചെടിയുടെ പ്രത്യേകത. അതിൻ്റെ സ്റ്റെം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഒരു ചുവന്ന ഒരു റെഡ് കളറിലാണ്. അതാണ് ഈ ചെടിയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഈ ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ മെഡിസിനൽ വാല്യൂസ് ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഡിസെൻട്രി, ഡയബറ്റീസ്, ചുമ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് മെഡിസിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നൊരു ചെടിയാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റെം കട്ടിങ്സാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത്. വെള്ളത്തിൽ വെച്ച് നിങ്ങൾക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും, നല്ലപോലെ വേര് വരും. അതുപോലെ ഇത് ഞാനിങ്ങനെ അതിൻ്റെ ടോപ്പ് കട്ടിങ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ടോപ്പ് കട്ടിങ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഇങ്ങനെ നോട്ട്സ് ഉണ്ടല്ലോ, ഇല വരുന്ന ആ ഭാഗത്തിൻ്റെ നടുക്കായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു പോട്ടിംഗ് മിക്സോടെ റെഡിയാക്കി വെച്ചിരുന്നൊരു ചട്ടിയാണ്. സാധാരണ ചാണകപ്പൊടിയൊക്കെ ഇട്ട സാധാരണ നോർമലായിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് നിറച്ചൊരു ചട്ടിയാണ്. ഇതിലേക്ക് നമ്മൾ ആ സ്റ്റെം കട്ടിങ്സ് എടുത്ത് കുത്തി വെക്കാൻ പോവുകയാണ്. ഇത്രയേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ ഇട്ട് നല്ല ഹെൽത്തി, ഇത് ഓൾറെഡി നേരത്തെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കേട്ടോ. എന്നിട്ട് എല്ലുപൊടിയൊക്കെ ഇട്ട് നല്ല ഒരു പൊട്ടി മിക്സ് വെക്കുക. അതുപോലെ തന്നെ കൊക്കോപ്പിറ്റൂടൊക്കെ ഇട്ട് നമ്മൾ നിറയ്ക്കുകയാണെങ്കിൽ വെയ്റ്റ്ലെസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചട്ടിയിൽ ഞാനൊരു 4 കട്ടിങ്സാണ് വെക്കാൻ പോകുന്നത്. കാരണം 4 വെക്കുമ്പോൾ നല്ല ബുഷി ആയിട്ടിരിക്കും. ഈ ചെടി എന്ന് പറഞ്ഞാൽ ഒരു കമ്പിൽ ഇങ്ങനെ അങ്ങ് നീളം വെച്ച് പോകുന്നൊരു ചെടിയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചട്ടിയിൽ നല്ല ബുഷി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കുകയാണ്. വളരെ നല്ല കാണാൻ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ചെടി നമുക്ക് ഒത്തിരി ചട്ടിയിലാക്കാം കേട്ടോ. ഒരു ചെടി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് മുഴുവൻ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യാൻ നല്ല പറ്റിയ ഒരു ചെടിയാണിത്. ഇതിൻ്റെ മെഡിസിനൽ വാല്യൂസ് ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയും ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ഇങ്ങനെ ഈ സ്റ്റെമ്മ് നമ്മൾ ചരിച്ച് വെച്ച് കൊടുത്താൽ അതിങ്ങനെ കമ്പിലിൻ്റെ ഇടയ്ക്കു നിന്നൊക്കെ ഇങ്ങനെ കിളിച്ച് വരും കേട്ടോ. അതിൻ്റെ ഈ സ്റ്റെം വരുമ്പോൾ വളഞ്ഞായിരിക്കും പോകുന്നത്, അതായത് ഒരു സ്പൈറൽ ഷേപ്പിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് നേരെയാക്കാൻ വേണ്ടി കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതിങ്ങനെ സ്പൈറൽ ഷേപ്പിലായിരിക്കും ഇതിൻ്റെ തണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല വളരെ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ വേരിയേറ്റഡ് ആണ്. ഇതല്ലാതെ തന്നെ വേറെ ഒരു നല്ല വെള്ളം വരുന്ന വേറൊരു വെറൈറ്റി കൂടിയുണ്ട്.
അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ്. പിന്നെ വേറൊരു കാര്യം തന്നെ, നമ്മൾ റോസൊക്കെ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പൂ വന്നിട്ട് പോയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുപാട് കെയറൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. സാധാരണ രീതിയിൽ മണ്ണിൽ ഒട്ടും വെള്ളം കെട്ടിക്കിടക്കരുത്. പിന്നെ എന്നും നനച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കോസ്റ്റസ് പ്ലാന്റ്, ജിഞ്ചർ സ്പൈറൽ കോസ്റ്റസ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ബൊഗൻവില്ലയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സീസൺ ആയി വരികയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.